ACPയുടെ വിളി വന്നതോടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചല്ലേ? ഇല്ല വരുൺ, അമ്മയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അങ്ങനെ നഷ്ടപ്പെടുക വരുൺ, ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് പക്ഷേ വലിയൊരു സംശയമുണ്ട്. എന്തൊക്കെയോ പ്രതീക്ഷകളുമായിട്ട് വന്നതാ, എല്ലാം തകർന്നുപോയി. സഹതപിക്കാനല്ലേ നമുക്ക് പറ്റൂ. അന്വേഷണത്തിന് ആരെങ്കിലും വന്നാ അനുഭവിക്കേണ്ടത് ഇവിടുത്തെ പാവങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂ. വേദനിപ്പിക്കാൻ നിർബന്ധിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റും? എടോ ACP സാറ്. ഹലോ സാർ. വരുൺ, രാധിക കൂടെ ഉണ്ടോ? ഉണ്ട് സാർ. സാറ് പറഞ്ഞോ. അതെ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിരുന്നു. സാർ, എന്നിട്ട്? ഞങ്ങൾ അവിടെ മുഴുവൻ ചെക്ക് ചെയ്തു. പക്ഷേ ശ്യാമ മാഡമോ അമൃത മാഡമോ അവിടെ ഇല്ല. രാധിക പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, ബിച്ചു, അവനെ കണ്ടു. അവൻ രാധികയോട് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അവൻ കാണിച്ചു തന്ന മുറിയില് നാളുകളായിട്ട് പേഷ്യൻസ് ഇല്ല. മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് അതിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാറുമില്ല. സാറും സാറിന്റെ ഫോഴ്സും കൂടി ഒരു സ്ഥലം സെർച്ച് ചെയ്തിട്ട് അതിനെ സംശയിക്കുകയാണെന്ന് കരുതരുത്. ഒരുപക്ഷെ സാർ അവിടെ ചെന്നതിന് ശേഷം അവർ ശ്യാമ മേഡത്തിനെ മാറ്റിയതാണെങ്കിലോ? താൽക്കാലികമായിട്ട് സംശയങ്ങളൊന്നും ഞങ്ങൾ പോലീസുകാർ തള്ളിക്കളയില്ല വരും. എനിവേ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ആ ഹോസ്പിറ്റൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. നമുക്ക് അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കാം. ഓക്കെ? ശരി സാർ. പിന്നെ ആ കുട്ടിയുടെ കാര്യം, ബിച്ചുവിന്റെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യേണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയൂ, ഞാൻ അവരോട് സംസാരിക്കാം. ഓക്കെ സാർ. ആൻഡ് രാധിക, ഡോണ്ട് വറി. അമ്മയുടെ കാര്യത്തിൽ സാധാരണ ഒരു കേസിനേക്കാൾ വളരെ ടെൻസ്ഡ് ആണ് ഞാൻ. പരമാവധി വേഗത്തിൽ നമുക്ക് ശ്യാമ മേഡത്തിനെ കണ്ടുപിടിക്കാം. ഓക്കെ? ഓക്കെ വരും, ഞാൻ വിളിക്കാം. ശരി സാർ. എടോ, ഒട്ടും ഭാഗ്യമില്ലല്ലേ വരുൺ? മാറ്റി നിർത്താനാണെങ്കിൽ അവർക്ക് എന്തിനാ കൂടുതൽ സമയമല്ലേ? ആ പ്രതീക്ഷ അവസാനിച്ചു. നമ്മൾ കണ്ടുപിടിക്കടോ, ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഹലോ, എന്നിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശരി. ഇതിനു മുമ്പും ഇവിടെ ഇതുപോലെ സെർച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. കൃത്യമായി അവരന്വേഷിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പോലീസുകാർ ഇവിടെ വന്നത്. ആ ACP ഉണ്ടല്ലോ, അയാൾ തുടക്കം മുതലേ ശ്യാമയുടെ കേസ് അന്വേഷിക്കുന്ന ആളാ. അതുവഴി വരുണുമായും രാധികയുമായും നല്ല ബന്ധമാണ്. അവരൊരു കാര്യം ആവശ്യപ്പെട്ടാൽ മറ്റൊന്നും നോക്കാതെ അയാൾ ചാടി ഇറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോ അടുത്ത മൂവ്മെന്റ് എന്താ? സാറ് ടെൻഷനാകുമൊന്നും വേണ്ട. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. ഡോക്ടർക്ക് ദോഷമൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്യാമയെ അമൃതയെ ഇപ്പൊ അവിടുന്ന് മാറ്റുന്നത് അപകടമാണ്. കാരണം
ഇന്ന് അവിടെ സെർച്ച് നടന്നുകൊണ്ട് സ്വാഭാവികമായും ഹോസ്പിറ്റലിന്റെ ചുറ്റും ഒരു പോലീസ് വലയുണ്ടാവും, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ. ശ്യാമയെ അമൃതയെ അവിടുന്ന് നമ്മൾ കടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. യെസ്, യു ആർ കറക്റ്റ്. ശ്യാമയെ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ ഇതൊരു ഈസി ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അല്ല, ഇതൊരൽപ്പം കടന്ന കയ്യാണ്. സത്യത്തില് ഈ സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത വായിക്കാൻ എളുപ്പമാണ്. തട്ടിക്കൊണ്ടുപോയവനെ കുറിച്ച് ഗംഭീരമായിട്ട് ആളുകൾ കരുതുകയും ചെയ്യും. കൊണ്ടു നടക്കുമ്പോഴാ സാറേ അതിന്റെ ബുദ്ധിമുട്ട്. ഇവളുമാരുടെ പബ്ലിസിറ്റിയാ ഏറ്റവും വലിയ പ്രശ്നം. ഇതിന്റെ ആണെങ്കിൽ മുഖം കാണിക്കാനും പാടില്ല, ശബ്ദം കേൾപ്പിക്കാനും പാടില്ല. രണ്ടും കേരളത്തിന് സുപരിചിതമാണ്. എന്തായാലും ചന്ദ്രശേഖര കുറച്ച് അലർട്ടായിരിക്കണം. അതെന്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ സർ, ഡോണ്ട് വറി, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഓക്കെ, ശരി. ACPയുടെ വിളി വന്നതോടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചല്ലേ? എല്ലാവരും അമ്മയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അങ്ങനെ നഷ്ടപ്പെടുക വരും, ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് പക്ഷേ വലിയൊരു സംശയമുണ്ട്. ഈ ആളുകൾ അമ്മയെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാണോ? അല്ലാതെ പിന്നെ താൻ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ അമ്മയുണ്ടായിരുന്നു എന്ന് ഏകദേശം ഉറപ്പാണല്ലോ. ആ ഹോസ്പിറ്റലിൽ എത്ര സ്റ്റാഫുണ്ട്? അവരിൽ ഒരാൾ പോലും അമ്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ? അമ്മയെ ആരാധിക്കുന്നവരുണ്ടാവില്ലേ? ഒരു ഭ്രാന്താശുപത്രിയിൽ ഇത്രയും വലിയ സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് പോട്ടിയിടുമ്പോൾ അതൊന്ന് പുറം ലോകത്തിനെ അറിയിക്കണമെന്ന് ആർക്കും തോന്നില്ലേ വരുൺ? താൻ ചോദിച്ചത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ ആ ഡോക്ടറുടെ സ്ഥാപനം പോലൊരു സ്ഥലത്ത് എങ്ങനെയുള്ളവരെയായിരിക്കും സെലക്ട് ചെയ്യുക? ഇനി നല്ലവരെ ആരെയെങ്കിലും സെലക്ട് ചെയ്താൽ തന്നെ അവർക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? എന്തെങ്കിലും പുറത്തു പറയാൻ പറ്റുമോ? അവരെയൊക്കെ പേടിപ്പിച്ച് തന്നെ നിർത്തിയിരിക്കുകയായിരിക്കും.